ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നിരവധി രൂപത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ളവരാണ്. അതെല്ലാവർക്കും ലഭിക്കണം. ഈശ്വരാനുഭൂതിയുടെ അതീന്ദ്രിയമായ അനുഭവങ്ങൾ എല്ലാവരിലൂടെയും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പടർന്ന് ഈശ്വരീയമായ ഒരു വലിയ നന്മയുടേത് മാത്രമായിട്ടുള്ള സമൂഹം സംജാതമാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ തങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഉപനിഷത് പ്രതിപാദിതമായ അദ്വൈതാനുഭൂതിയുടെ അഥവാ പരബ്രഹ്മത്തിൻ്റെ വിവിധ ഭാവങ്ങളിലുള്ള ദേവതാരൂപങ്ങളെ അതിമനോഹരമായ ധ്യാനമന്ത്രങ്ങളായി നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ എന്ന് ഭാരതത്തിലെ ഒരു ഋഷീശ്വരന്മാരും പറഞ്ഞിട്ടില്ല. അവർ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഈശ്വര രൂപങ്ങൾ ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നിരവധി പുരാണങ്ങൾ. നിരവധി പുരാണങ്ങൾ എന്ന് പറഞ്ഞതിന് കാരണം 18 ഉപപുരാണങ്ങളും 18 പുരാണങ്ങളും കൂടാതെ ഇതിലൊന്നും പെടാത്ത നിരവധി പുരാണങ്ങൾ ഇനിയും കണ്ടെത്താൻ ഉണ്ടായേക്കാം എന്ന സാധ്യത പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതിനാലാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ നരസിംഹപുരാണം, കൂർമ്മപുരാണം എന്നിവയിലെ വളരെ കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 18,000-ഓളം ശ്ലോകങ്ങൾ ഉള്ള നരസിംഹപുരാണത്തിൽ ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളത് 68 അധ്യായങ്ങളിലായി 3474 ശ്ലോകങ്ങൾ മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് മഹാഭാരതത്തിൻ്റെ കഥ. മഹാഭാരതത്തിലും ഏകദേശം നമുക്ക് ലഭിക്കുന്നതിനും 75,000 ശ്ലോകങ്ങൾ അധികമുള്ളതായി വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ലഭിക്കുന്ന ശതസഹസ്രീ സംഹിത എന്നുകൂടി പേരുള്ള മഹാഭാരതത്തിൽ 1.25 ലക്ഷം ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ഉൾക്കൊള്ളിക്കാത്ത 50,000-ഓളം വേറെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ അനന്തമായിട്ട് പരന്നു കിടക്കുന്ന അതിവിശാലമായിട്ടുള്ള അറിവിൻ്റെ മഹാസാഗരമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളായിട്ടുള്ള അറിവിൻ്റെ മഹാനിധി കുംഭങ്ങൾ. ഒരു മനുഷ്യായുസ്സിൽ ഒരു ശ്രീചക്രത്തിൻ്റെ അർത്ഥം, അതിൻ്റെ വിശാലമായിട്ടുള്ള സാധ്യതകൾ പോലും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള വസ്തുത. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം അറിയുകയും പഠിക്കുകയും ചെയ്യുക? അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാകുന്ന ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ദേവതാരൂപത്തിൽ ആരാധിച്ചുകൊണ്ട് ഇഹത്തിലും പരത്തിലും സുഖവും സന്തോഷവും നേടിയെടുത്ത് അദ്വൈതാനുഭൂതിയുടെ അങ്ങേയറ്റത്തിൽ എത്തിച്ചേരുക, മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നിരവധി ദേവതകളും ധ്യാനങ്ങളും ഉപാസനാവിധികളുമെല്ലാം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും തന്ത്രശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റും നിരവധിയായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ശിവപുരാണത്തിലെ കോടിരുദ്ര സംഹിതയിൽ 1-ാം അധ്യായം ആദ്യ ശ്ലോകമായി ചേർത്തിട്ടുള്ള അതിമനോഹരമായ മഹാദേവൻ്റെ ഒരു ധ്യാനമന്ത്രമാണ് ഈ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം തന്നെ രൂപം പൂണ്ട് അവതരിച്ചിട്ടുള്ള മഹാദേവൻ്റെ അനവധി കഥകൾ കൊണ്ടും അവതാരങ്ങൾ കൊണ്ടും സമൃദ്ധമാണ് ശ്രീ മഹാശിവപുരാണം. ശിവനും ശക്തിയും ചേർന്നാടുന്ന ലീലകളുടെ അതിമനോഹരമായ വിവരണങ്ങളുടെ അതിശയകരമായ ഭക്തിരസം തുളുമ്പുന്ന ശിവപുരാണത്തെക്കുറിച്ച് ഭൂരിപക്ഷം പേർക്കും അറിയില്ലെന്നുള്ളതാണ് രസകരമായ വസ്തുത. ഏകദേശം 100-ൽ താഴെ മാത്രം പേജ് വരുന്ന ഒരു കൊച്ചു പുസ്തകം ഉയർത്തിക്കാട്ടി ഇതാണ് ശിവപുരാണം എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം പേരും എന്നർത്ഥം. ശ്രീ മഹാശിവപുരാണത്തിൽ 24,000 ശ്ലോകങ്ങളാണുള്ളത്. അതായത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തേക്കാൾ 6,000 ശ്ലോകങ്ങൾ അധികം ഉണ്ട് എന്നർത്ഥം. വിദ്യേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്രസംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, വായവീയ സംഹിത എന്നിങ്ങനെ 7 ഭാഗങ്ങളാണ് ശ്രീ മഹാശിവപുരാണത്തിൽ ഉള്ളത്. ഭഗവാൻ ശ്രീ വേദവ്യാസനാൽ വിരചിതമായിട്ടുള്ള ഈ പുരാണം 18 പുരാണങ്ങളിൽ 4-മത്തേതായി വരുന്നു.
കോടിരുദ്ര സംഹിത എന്ന ഭാഗത്തിൽ ജ്യോതിർലിംഗങ്ങളുടെയും ഉപലിംഗങ്ങളുടെയും മാഹാത്മ്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതിൽ 1-ാമത്തെ അധ്യായത്തിലെ ആരംഭത്തിലെ മംഗളശ്ലോകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യോധത്തെ നിജമായൈവ ഭുവനാകാരം വികാരോത്സിതോ യസ്യാഹു കരുണാകടാക്ഷവിഭവൗ സ്വർഗാപവർഗാഭിതൗ പ്രത്യഗ്ബോധ സുഖാദ്വയം ഹൃദി സദാ പശ്യന്തി യം യോഗിനഃ തസ്മൈ ശൈലസുതാഞ്ജിതാർത്ഥവപുഷേ ശാശ്വന്നമസ്തേജസേ. കൃപാലളിതവീക്ഷണം സ്മിതമനോജ്ഞവക്ത്രാംബുജം ശശാങ്കകലയോജ്വലം ശമിതഘോരതാപത്രയം കരോതു കിപാപി സ്ഫുരത് പരമസൗഖ്യസച്ചിദ്വപുർധരാധരസുതാഭുജോദ്വലയിതമഹോ മംഗളം. ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം നോക്കാം. മായ കൊണ്ട് സമ്പൂർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം ധരിക്കുന്നുണ്ട് എങ്കിലും വികാരം ഇല്ലാത്തവനായിട്ടും കരുണാകടാക്ഷങ്ങൾ സ്വർഗവും അപവർഗവും എന്ന് വിളിക്കപ്പെടുന്നവനും സദാസമയവും, അതായത് നിത്യേന ഹൃദയത്തിൽ സദാ പൂർണ്ണബോധസുഖം ഒന്നു മാത്രമായിട്ട്, അതായത് സച്ചിദാനന്ദമായിട്ടുള്ള ബ്രഹ്മാനന്ദ അനുഭൂതി മാത്രമായിട്ട് യോഗികൾക്ക് അനുഭവപ്പെടുന്നവനും പാർവതീദേവിയാൽ അലങ്കൃതമായിട്ടുള്ള ദേഹത്തോടു കൂടിയവനും എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരനായിട്ട് വാഴുന്നവനും ആയിട്ടുള്ള തേജോരൂപിയായിട്ടുള്ള ഭഗവാനെ എപ്പോഴും നമസ്കരിക്കുന്നു. കൃപയോടു കൂടിയിട്ടുള്ള ലളിത നിരീക്ഷണവും പുഞ്ചിരി വർഷിക്കുന്ന മനോഹരമായിട്ടുള്ള മുഖവുമുള്ള വദനാംബുജവുമുള്ള ചന്ദ്രക്കലയാൽ ഉജ്ജ്വലിതനായിട്ടുള്ള താപത്രയനാശനം ചെയ്യുന്നവനും പരമമായിട്ടുള്ള സുഖം പ്രദാനം ചെയ്യുന്നവനുമായിട്ടുള്ള ഭഗവാൻ നമുക്ക് നന്മ വരുത്തട്ടെ, മംഗളം ചെയ്യട്ടെ. ഇതാണ് ഈ ധ്യാന ശ്ലോകങ്ങളുടെ, ധ്യാനമന്ത്രങ്ങളുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ശ്രീ മഹാദേവൻ അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്ന രീതിയിലുള്ള ഈ ധ്യാനമന്ത്രങ്ങൾ ദിവസവും ജപിക്കുന്നവർക്ക് ശിവപുരാണത്തിലെ കോടിരുദ്ര സംഹിത എന്ന ഭാഗം പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഫലം ലഭിക്കുന്നതാണ്. തിങ്കളാഴ്ച തോറും രാവിലെയോ വൈകുന്നേരമോ പറ്റുമെങ്കിൽ 2 നേരവും ഈ ശ്ലോകങ്ങളോടൊപ്പം ഓം ഹ്രീം നമഃ ശിവായ എന്ന മന്ത്രം കൂടി 3 പ്രാവശ്യമെങ്കിലും ജപിച്ച് ആഗ്രഹസാധ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ശിവപാർവതിമാരുടെ അനുഗ്രഹം കൊണ്ട് കാര്യസാധ്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഈ ശ്ലോകം അതേപടി ചൊല്ലുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മന്ത്രങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് മന്ത്രം ജപിച്ചാലും ഫലം സിദ്ധിക്കുന്നതാണ്. ശിവക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഈ ധ്യാനമന്ത്രവും മൂലമന്ത്രവും ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ഒരേ ഒരു തവണ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പോലും തീർച്ചയായിട്ടും അതുകൊണ്ട് ആഗ്രഹം സാധ്യമാവും. കാരണം ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. വിവാഹ തടസ്സം മാറുവാൻ പാർവതീദേവിയുടെ നടയിൽ ഈ ശ്ലോകം ചൊല്ലി അമ്മയെ പ്രാർത്ഥിക്കുക, മംഗല്യഭാഗ്യം ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ അതിൽ വിള്ളലുണ്ടാകുകയാണ് എങ്കിൽ അവരുടെ ബന്ധം സുദൃഢമാക്കുന്നതിനു വേണ്ടി അവരുടെ മാതാപിതാക്കൾ ഈ ധ്യാനമന്ത്രത്തിൽ പറയുന്ന രീതിയിൽ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ, ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കുടുംബ ഐശ്വര്യവും ഐക്യവും ഉണ്ടാകും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാകാവുന്ന അനിഷ്ടമൊക്കെ മാറുന്നതിന് 7 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. അവർ തമ്മിൽ സ്നേഹം വർദ്ധിക്കും, നല്ല രീതിയിലുള്ള ദാമ്പത്യ ബന്ധം ഉണ്ടാകും. ഐക്യമത്യ സൂക്തത്തിൻ്റെ ഫലം നൽകുന്ന ഒരു മഹാമന്ത്രം കൂടിയാണ് ശിവശക്തി സ്വരൂപം ഉൾക്കൊള്ളുന്ന ഈ മഹാമന്ത്രം.
ശിവമഹാപുരാണത്തിലെ ധ്യാനവും തന്ത്രശാസ്ത്രത്തിലെ മൂലമന്ത്രവും ചേർത്തുള്ള ഈ മന്ത്രപ്രയോഗം കൊണ്ട് സർവ്വ ഐശ്വര്യവും കുടുംബൈക്യവും സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളത് അനുഭവസിദ്ധമാണ്. ശ്രീ പാർവതി പരമേശ്വരന്മാർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.